ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 9 9-ാമത്തെ ശ്ലോകം പഠിക്കാം. നമുക്ക് ശ്ലോകം ചൊല്ലാം. ശതം കൃതതപാസ്തതഃ സഖലു ദിവ്യസംവത്സരാനവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബലവിജൃംഭിത പവനപാധസീ പീതവാൻ. കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ ബ്രഹ്മാവിന് ത്രിഭുവന സൃഷ്ടിക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ കഴിവുകളെയും നൽകി തന്നിലുള്ള അചഞ്ചലമായ ഭക്തിയെയും നൽകി അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞത്. എന്നാൽ ഇനിയും തപസ്സു ചെയ്യണമെന്നും ഭഗവാൻ ബ്രഹ്മാവിനോട് പറയുന്നു. ഇനി ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ശതം കൃതതപാസ്തതഃ സഖലു ദിവ്യസംവത്സരാൻ. ശതം എന്നാൽ 100, കൃതതപാസ്തത കൃത തപാഹ തതഹ കൃത ചെയ്തിട്ട് തപാഹ തപസ്സിനെ തതഹ പിന്നീട് സഖലു അദ്ദേഹം ബ്രഹ്മാവ് ദിവ്യസംവത്സരാൻ ദിവ്യസംവത്സര കാലം, അതായത് ശതം ദിവ്യസംവത്സരാൻ 100 ദിവ്യസംവത്സരക്കാലം സഖലു ബ്രഹ്മാവ് കൃതതപാസ് തതഹ തതഹ പിന്നീട് കൃതതപാഹ തപസ്സു ചെയ്തിട്ട് പിന്നീട് ബ്രഹ്മാവ് ഭഗവാൻ പറഞ്ഞത് പ്രകാരം വീണ്ടും 100 ദിവ്യസംവത്സര കാലത്തോളം തപസ്സു ചെയ്തിട്ട് അവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം. അവാപ്യ ലഭിച്ചിട്ട് അല്ലെങ്കിൽ നേടിയിട്ട് ച തപോബലം തപോബലം ച തപോബലവും തപശക്തിയും മതിബലം ച മനഃശക്തിയും പൂർവാധികം മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ. ഇപ്രകാരം തപസ്സു ചെയ്തിട്ട് മുൻപുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ തപശക്തിയും മനഃശക്തിയും നേടിയിട്ട് ബ്രഹ്മാവ് മുമ്പുണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ തപോബലവും മതിബലവും നേടിയിട്ട് ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുന. ഉദീക്ഷ്യ കണ്ടിട്ട്, കില ആകട്ടെ, കമ്പിതം ഇളകുന്നത് ആടിയുലയുന്നത്, പയസി പയസ് എന്നാൽ വെള്ളം, പയസി വെള്ളത്തിൽ കാരണ പ്രളയജലത്തിൽ, പങ്കജം താമര, കമ്പിതം അതായത് വെള്ളത്തിൽ താമരപ്പൂവ്, കമ്പിതം ആടിയുലയുന്നത് ഉദീക്ഷ്യ കണ്ടിട്ട്, വായുന കാറ്റിൽ, കാറ്റടിക്കുമ്പോഴാണ് ഈ താമരപ്പൂവ് പ്രളയജലത്തിൽ ഇങ്ങനെ ആടിയുലയുന്നത്. ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുന, അതായത് പയസി പങ്കജം വായുന എന്നാൽ വെള്ളത്തിൽ കാരണജലത്തിൽ താമര കാറ്റിനാൽ കമ്പിതം ആടിയുലയുന്നത് ഉദീക്ഷ്യ കില കണ്ടിട്ട് ആകട്ടെ. അപ്പോൾ കാരണജലത്തിൽ താമരപ്പൂവ് കാറ്റിൽ ആടിയുലയുന്നത് കണ്ടിട്ട് ഭവദ്ബല വിജൃംഭിത, ഭവദ്ബല ഭവദ് എന്നാൽ അങ്ങയുടെ, ഭഗവാന്റെ ബല ഭഗവാന്റെ ബലം കൊണ്ട് വിജൃംഭിതനായിട്ട് അല്ലെങ്കിൽ പ്രഭാവിതനായിട്ട് ഭഗവാൻ ഇപ്പോൾ ബ്രഹ്മാവിനെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. സൃഷ്ടിക്ക് വേണ്ടതായ സകല കഴിവുകളും നിനക്കുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു. വീണ്ടും 100 ദിവ്യ സംവത്സരക്കാലം തപസ്സു ചെയ്തപ്പോൾ തപോബലവും മതിബലവും പൂർവാധികം വർദ്ധിച്ചു. അങ്ങനെ ഭഗവാന്റെ ശക്തി ലഭിച്ച് വിജൃംഭിതനായ ബ്രഹ്മാവ് പവനപാധസി പീതവാൻ. എന്ത് കാരണം കൊണ്ടാണോ ഈ താമരപ്പൂവ് ആടിയുലഞ്ഞത്? ജലത്തിൽ നിൽക്കുന്നു, കാറ്റടിക്കുന്നു, അതുകൊണ്ടാണ് ആടിയുലയുന്നത്. അങ്ങനെ പവനപാധസി, പവന എന്നാൽ കാറ്റ്, വായു, പാധസി പാധസ് എന്നാൽ ജലം, പാധസി ജലത്തെ, പവനപാധസി എന്ന് പറഞ്ഞാൽ കാറ്റിനെയും ജലത്തെയും വായുവിനെയും പ്രളയജലത്തെയും പീതവാൻ കുടിച്ചു അല്ലെങ്കിൽ വിഴുങ്ങി.
ഒരാൾക്ക് ഇത്രയും പ്രളയജലവും വായുവും വിഴുങ്ങുവാൻ സാധ്യമല്ല. എന്നാൽ ഭഗവാന്റെ ബലം കൊണ്ട് വിജൃംഭിതനായ ആ ബ്രഹ്മാവ്, ഭഗവാന്റെ ശക്തിയെ ആർക്കും അളക്കുവാൻ സാധ്യമല്ല. അത്രയ്ക്കധികം ശക്തിയാണ് ഭഗവാനിൽ നിന്നും ബ്രഹ്മാവിന് ലഭിച്ചത്. അപ്രകാരമുള്ള ഭവദ്ബല വിജൃംഭിത, അങ്ങയുടെ ശക്തി കൊണ്ട് പ്രഭാവിതനായ ബ്രഹ്മാവ് പവനപാധസി പീതവാൻ, ആ കാറ്റിനെയും ആ പ്രളയജലത്തെയും മുഴുവൻ പീതവാൻ, കുടിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഒരുമിച്ചൊന്നുകൂടി പറയാം. ഇപ്രകാരം പിന്നീട് ആ ബ്രഹ്മാവ് ഭഗവാൻ പറഞ്ഞതു പ്രകാരം വീണ്ടും 100 ദിവ്യസംവത്സര കാലത്തോളം തപസ്സു ചെയ്തിട്ട് മുൻപുള്ളതിനേക്കാൾ കൂടുതൽ തപോബലവും മനോബലവും ലഭിച്ചിട്ട് അല്ലെങ്കിൽ നേടിയിട്ട് ആ കാരണപ്രളയജലത്തിൽ താമരപ്പൂവ് കാറ്റിൽ ആടി ഉലയുന്നത് കണ്ടു. അപ്പോൾ ഭഗവാന്റെ അത്യധികമായ ബലത്താൽ പ്രഭാവിതനായിട്ട് ഭഗവാനിൽ നിന്നും തനിക്കു ലഭിച്ച ശക്തിയാൽ ആ താമരപ്പൂവ് ആടിയുലയാൻ കാരണമായ ആ പ്രളയജലത്തെയും ആ കാറ്റിനെയും ആ വായുവിനെയും മുഴുവനും കുടിച്ചു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ശതം കൃതതപാസ്തതഃ സഖലു ദിവ്യസംവത്സരാനവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബല വിജൃംഭിത പവനപാധസി പീതവാൻ. നമുക്ക് ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ശതം കൃതതപാസ്തതഃ സഖലു ദിവ്യസംവത്സരാനവാപ്യ ച തപോബലം മതിബലം ച പൂർവാധികം ഉദീക്ഷ്യ കില കമ്പിതം പയസി പങ്കജം വായുനാ ഭവദ്ബല വിജൃംഭിത പവനപാധസി പീതവാൻ. 10ാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.